ഹലോ ഗൈസ്, വീട്ടിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ നമുക്ക് കുറച്ച് പേട ഉണ്ടാക്കാൻ തോന്നി. വേറെ 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് പേട ഉണ്ടാക്കാം. പറയാം. അപ്പോൾ ആ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇത്: പഞ്ചസാര, നെയ്യ്, പാൽപ്പൊടി, പാല്. ഇത് ഇത്ര മാത്രം വെച്ച് നമുക്കൊരു പേട ഉണ്ടാക്കാം. ആദ്യം പാൻ ചൂടാക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കാം. അലിയണം കേട്ടോ, നല്ലോണം അലിയിച്ചെടുക്കണം. ആ പാത്രം ഒന്ന് ഫുള്ളും പറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ മിക്സ് ഉണ്ടാക്കുമ്പോൾ അത് ഇളകി വരത്തില്ലേ. അടുത്ത പാലൊഴിച്ചു കൊടുക്കാം. കാണിക്കുന്ന അളവിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പാൽപ്പൊടി ഇട്ട് കൊടുക്കാമേ. നമ്മൾ കുറച്ച് പാൽപ്പൊടി കുറച്ചുണ്ടായിരുന്നു, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ആ പാലൊക്കെ ഈ ഒരു പാൽപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇതിങ്ങനെ ഇരിക്കും. കുറച്ച് നേരം നമ്മളിങ്ങനെ കുറുക്കി എടുക്കുമ്പോൾ ഇത് ഒരു മാവിൻ്റെ പരുവത്തിൽ കിട്ടും. നമുക്ക് ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാമേ. മധുരം വേണ്ടവർക്ക് ഒത്തിരി കൂടുതൽ ഇടാം, അല്ലെങ്കിൽ കുറവുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചിടാം. സാധാരണ പേടയ്ക്കൊക്കെ നല്ല മധുരം കൂട്ടിയായിരിക്കും ഇടുന്നത്, അല്ലാതെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഇടാമേ. നമ്മൾ ചെയ്തതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് നേരം കൂടെ കുറുക്കണം, എങ്കിലും ഇത് മാവ് പോലെ കിട്ടുമേ. നമുക്ക് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വിചാരിച്ച പോലെ കിട്ടി. ഇനി നമുക്കിങ്ങനെ കുറച്ച് തണുക്കാൻ വേണ്ടി വെക്കാം. ഇതാ ഇങ്ങനെ മാവ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് ബോൾസ് ആക്കി ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്യാം. കയ്യിലൊക്കെ എണ്ണ തടവിയിട്ട് വേണം ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയെ. അപ്പം നിങ്ങളും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ലവ് യു ആൻഡ് ബൈ.